ഇന്ന് എന്നെ രാവിലെ വിളിച്ചുണർത്തിയത് ഈ രണ്ട് അതിഥികളാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പം ജനലിൻ്റെ മുകളിൽ എന്താ സൗണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് വെറുതെ കർട്ടനൊന്ന് നീക്കി നോക്കിയതാ. അപ്പോഴാണ് ഈ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. സാധാരണ കിളികളിങ്ങനെ അകത്തേക്കൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കാഴ്ച ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. രാവിലെ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നി ഇത് കണ്ടപ്പോൾ. ഈ ഒരു കാഴ്ചയിലൂടെ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി, വയലിലേക്ക്. നല്ല മഞ്ഞുള്ള ദിവസമാണെന്ന്. അങ്ങനെ ഒന്ന് വയലിലേക്ക് ഇറങ്ങാൻ കരുതി. ഇത് ജനുവരി ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ്. അതാണ് ഇത്രയും മഞ്ഞ്. ഇപ്പം ഇത്രയും മഞ്ഞില്ല. ഇത്രയും കാലത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോർണിംഗ് ഉണ്ടാവുന്നത്. കാരണം വേറൊന്നുമല്ല കേട്ടോ, ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സൂര്യോദയം ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എപ്പോഴും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ടേ എണീക്കാറുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു മനോഹരമായ കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളങ്ങനെ നേരെ വയലിലേക്ക് ഇറങ്ങി. വയലിനാകുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നല്ല മഞ്ഞാണ് കേട്ടോ. മുന്നിലേക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞ. നമ്മൾ അടുത്തെത്തിയാൽ മാത്രമേ അവിടുത്തെ കാര്യങ്ങൾ കാണാൻ പറ്റൂ. അല്ലെങ്കിൽ ദൂരത്തുനിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് മഞ്ഞാണ്. ഞങ്ങളിപ്പോൾ എങ്ങോട്ട് നടക്കാൻ പോയാലും സന്തത സഹചാരിയായിട്ട് ടുട്ടു എപ്പോഴും കൂടെ ഉണ്ടാവും. അതിപ്പം നടക്കല്ലെങ്കിലും ബൈക്കിൽ വെറുതെ റൗണ്ട് അടിക്കാൻ പോയാലും മാക്സിമം ബൈക്കിൻ്റെ പുറകെ ഓടി വരും. വേറെ ഉപദ്രവമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കൂടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നോളൂ. അങ്ങനെ ഞങ്ങൾ വയലിലെത്തി. ഇത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടുള്ള സമയമാണ് കേട്ടോ. എത്ര തവണ വയലിൽ വന്നാലും ഒരു മടുപ്പ് വരില്ല. മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവുക. അത് രാവിലെ ആണെങ്കിൽ പ്രത്യേകിച്ചും. കാരണം രാവിലെ വേറൊരു സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. വെറും പക്ഷികളുടെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ സമയം വയലിൽ വരുമ്പം ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നത്തെ രാവിലേക്ക് ഒരു പ്രത്യേക ഭംഗി കൂടി. ആ മഞ്ഞിനിടയിലൂടെയുള്ള സൂര്യോദയം. സാധാരണ മഞ്ഞുള്ള സമയങ്ങളിൽ ഇങ്ങനൊരു കാഴ്ച കാണാറില്ല. കുറച്ച് എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രഭാതം മനോഹരമായി എഴുതിയേന്. ചെറുപ്പത്തിലുണ്ടായിരുന്ന ആ വായനാശീലം വീണ്ടും പൊടിതട്ടി എടുക്കണമെന്ന് ഞാൻ കുറേ വിചാരിക്കുന്നു. പക്ഷെ അതിനെനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സമയമില്ല എന്നുള്ള കാരണത്തിൽ മാറ്റിവെച്ചതാണത്. സമയം ഉണ്ടാക്കണമെന്നാണെങ്കിൽ ഇതുവരെ തോന്നിയിട്ടുമില്ല. എങ്ങനെയും സമയം ഉണ്ടാക്കി ഇനി കുറച്ച് വായിക്കാൻ തുടങ്ങണം. വയലിൻ്റെ 4 സൈഡിലുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഞാൻ ഈ തിരിച്ചും മറിച്ചുമൊക്കെ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. മഞ്ഞുകൊണ്ട് ദൂരത്തേക്കൊന്നും കാണാൻ തന്നെ കഴിയുന്നില്ല. രാവിലെ ഇങ്ങനെ വയലിലിറങ്ങിയ എത്ര നല്ല കാഴ്ചകളാണ് കാണാനുള്ളത്. കുളിച്ചിരിക്കുക. ഇത് തണുക്കൊന്നും ഉണ്ടാവില്ലാവോ? എൻ്റെ പേര് നോക്കൂ, ഫുള്ള് മഞ്ഞുതുള്ളികൾ ഇങ്ങനെ